ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. ശൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ വടക്ക് യുവജന വായനശാലയ്ക്ക് നിർമ്മിച്ച ടി.ഒ. രാമചന്ദ്രൻ സ്മാരക ഹാളാണ് ഉദ്ഘാടനം ചെയ്തത്. ആദരവ് വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം, വായനാ വസന്തം ഉദ്ഘാടനം എന്നിവയും നടത്തി. ശൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ വടക്ക് യുവജന വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ 1ാം നിലയിൽ നിർമ്മിച്ച ടി.ഒ. രാമചന്ദ്രൻ സ്മാരക ഹാളാണ് ഉദ്ഘാടനം ചെയ്തത്. കോവൂർ കുഞ്ഞുമോൻ MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചായിരുന്നു ഉദ്ഘാടനം. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാലയ്ക്ക് മുകൾനില കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് മുന്നോടിയായി നടന്ന ഒരു സമ്മേളനത്തിൽ എല്ലാവരുടെ ആഗ്രഹം ടി.ഒ. രാമചന്ദ്രൻ അവരുടെ പേരിലായിരിക്കണം ഇതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫണ്ടിന് AS കിട്ടി, TS കിട്ടി, എല്ലാ അനുമതിയും ലഭിച്ചതിന് ശേഷം ഗ്രന്ഥശാല ഭാരവാഹികളുടെ ഒരു നിർദ്ദേശം കൂടി ഞാൻ വെച്ചിരുന്നു. ടി.ഒ. രാമചന്ദ്രനും ബഹുമാന്യനായ KG രാമകൃഷ്ണപിള്ള സാറിൻ്റെ കൂടി പേര് വെക്കണമെന്ന് എൻ്റെ ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഭാരവാഹികളെല്ലാം ആലോചിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, അത് പ്രശ്നമില്ല, നമ്മൾ പ്രഖ്യാപിച്ചത് ടി.ഒ. രാമചന്ദ്രൻ്റെ അവരുടെ പേര് മാത്രം മതിയെന്ന് പറഞ്ഞു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ശ്രീജ അധ്യക്ഷത വഹിച്ചു. പരിപാടികൾ നമ്മുടെ സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥകൾ അനുസരിച്ച് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം നിരവധിയായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുറേ പ്രശ്നങ്ങൾ ഇപ്പൊ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നവരെയൊന്നുമല്ല പറയുന്നത്, പൊതുവിൽ മയക്കുമരുന്ന് അടക്കമുള്ള പ്രശ്നങ്ങൾ നിരവധിയായ നമ്മൾക്ക് മനുഷ്യന്റെ മനസാക്ഷിയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രത്തിൽ വന്ന സമയങ്ങളിൽ, നമ്മൾ കേട്ട സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ എല്ലാം ലൈബ്രറി കൗൺസിൽ വിളിച്ചിരുത്തുകയും അതിന്റെ ബോധവൽക്കരണം നടത്തുകയും അതിന്റെ ക്ലാസുകൾ നടത്തുകയും അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് വളരെ വിപുലമായ ഒരു പരിപാടി സംസ്ഥാന സർക്കാരിനോടൊപ്പം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും നടത്തിയിരുന്നു. അതിന് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നിരവധിയായ ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. K. വിജയൻപിള്ള സ്വാഗതം പറഞ്ഞു. G. വേലായുധൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. കാപ്പക്സ് ചെയർമാൻ M. ശിവശങ്കരപിള്ള പ്രതിഭകളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പുഷ്പകുമാരി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P. ശ്യാമളയമ്മ LCD പ്രൊജക്ടിന്റെ സ്വിച്ച് ഓൺ കർമ്മവും, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് R. S. അനിൽ വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S. ശശികുമാർ വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഗീതാഭായി, P. K. പ്രിയങ്ക, G. നന്ദകുമാർ, ഡോക്ടർ Y. ജോയി, KC സുഭദ്രാമ, ചന്ദ്രൻ കിഴക്കേടം, P. K. ജയകൃഷ്ണൻ, R. ശ്രീകുമാർ, സുരേഷ് ഉത്രാടം, V. ശശീന്ദ്രൻ, ആര്യ രവി, അനന്തു B, വിശ്വജിത്ത് SR, R. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.